الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوة الأحباء أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها كذبت ثمود بتغواها إذ انبعث أشقاها فقال لهم رسول الله ناقة الله وسقياها فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها صدق الله العظيم. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിദ്യാഭ്യാസത്തിൻ്റെയും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെയും വളർച്ച തീർച്ചയായിട്ടും ആധുനിക മനുഷ്യനെ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ മനുഷ്യനെ വലിയ പുരോഗതിയിലേക്കും വികസനത്തിലേക്കുമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഭൗതികമായ പുരോഗതി ജീവിതത്തിൻ്റെ കൂടുതൽ സൗകര്യത്തിനും ആസ്വാദനത്തിനുമൊക്കെ കാരണമാകുന്നു എന്നതും ഒരു സത്യമാണ്. ഒരാളുടെ ഒരു വിശേഷം അറിയണമെങ്കിൽ മുമ്പ് കാലത്തൊക്കെ വളരെ കാലം കാത്തിരിക്കേണ്ടി വരും. ഒരു കത്ത് അയച്ചു കിട്ടണമെങ്കിൽ നമുക്കറിയാം, വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നിമിഷ നേരം കൊണ്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്തും നമുക്ക് ബന്ധപ്പെടാനും കാര്യങ്ങൾ അറിയാനും ഒക്കെ ഉള്ള സംവിധാനവും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കൂടുതൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മനുഷ്യന്മാരെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സ്വർഗത്തിൽ വിശദീകരിക്കുന്ന ഒരു ഹദീസിൽ, സ്വർഗത്തിലെ അവസ്ഥ വിശദീകരിക്കുന്ന ഹദീസിൽ രണ്ടാളുകൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നു ഒരു സുഹൃത്തിനെ കുറിച്ച്. അപ്പോൾ മറ്റേ ആൾ ചോദിക്കുന്നത്, അയാൾ എവിടെയാണെന്ന് അറിയോ? അയാൾ നമ്മുടെ കൂടെ ഇല്ല. അപ്പോൾ അയാൾ നരകത്തിലാണ്. അപ്പോൾ നരകത്തിൽ ആ സ്വർഗത്തിലിരുന്ന് നോക്കിക്കണ്ടിട്ട് അയാളുടെ പ്രയാസങ്ങൾ കാണുന്ന ഒരു രംഗം വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു ഹദീസിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു നല്ല സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അകലങ്ങളിൽ ഒരു സൂര്യനെ പോലെയുള്ള ഒരു ഗ്രഹത്തിൽ അദ്ദേഹം കുടുംബസമേതം സസുഖം വാഴുന്ന ഒരു രംഗം ചിത്രീകരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് കാണുന്ന ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി വികാസം പ്രാപിച്ച ഒരവസ്ഥയിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു സൂപ്പർ ഹൈടെക് വേൾഡിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വർഗത്തെക്കുറിച്ച് ഓരോ കാലഘട്ടത്തിലെയും ജനങ്ങൾക്ക് അവരവരുടെ വിജ്ഞാനത്തിൻ്റെ നിലവാരത്തിൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പണ്ട് കാലത്ത് അറേബ്യൻ സമൂഹത്തിൽ നല്ല വെയിലത്ത് മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ കുറച്ചൊരു തണൽ കിട്ടിയാൽ, കുറച്ച് വെള്ളം കിട്ടിയാൽ, അല്ലെങ്കിൽ ഒരു പുഴയോരത്തെത്തിയാൽ എന്തുമാത്രം ആശ്വാസവും കുളിർമയും അവർക്ക് അനുഭവപ്പെടുമെന്നത് അവരുടെ മനസ്സിലെ ഏറ്റവും ഉയർന്ന സുഖത്തിൻ്റെ ഒരു ചിന്താഗതിയാണ്.
അതുകൊണ്ട് തന്നെ ഖുർആനിൽ പലപ്പോഴും സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ എന്നാ പറയാം. താഴ്ഭാഗങ്ങളുടെ അരുവികൾ ഒഴുകുന്ന നിത്യാനന്ദത്തിൻ്റെ സ്വർഗാരാമമാണ്. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം താഴ്ഭാഗങ്ങളുടെ അരുവികൾ ഒഴുകുന്ന ഒരു സംഗതി പറഞ്ഞാൽ കാശ്മീരിലും കേരളത്തിലും ഒക്കെ ഉള്ള ആളുകളുടെ ഒരു മനം ഇത്രയുള്ള സ്വർഗമെന്നൊരു പക്ഷേ തോന്നില്ല. അന്നത്തെ ആ അറേബ്യൻ സാഹചര്യത്തിലെ ജനതയ്ക്ക് അഭിസംബോധിതർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഉത്തമമായ ഒരു പിക്ചർ ഉണ്ടായിക്കൊടുക്കുകയായിരുന്നു. പറഞ്ഞു വന്നത് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് നമ്മളെ വളരെ വലിയ വികാസത്തിലേക്ക് എത്തിക്കുന്നു എന്നത് സത്യം. പക്ഷെ അതോടൊപ്പം തന്നെ നാട്ടിൽ വളരെ മോശകരമായ കാര്യങ്ങളുടെ വളർച്ചയും കൂടി, കുറ്റകൃത്യങ്ങളുടെ വർധന വളരെ വലിയ തോതിലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വ്യഭിചാരം, മദ്യപാനം, പിടിച്ചുപറി, കൈക്കൂലി, അഴിമതി, പിന്നെ ആത്മീയ കച്ചവടം, ഇങ്ങനെ പലതരം ആത്മീയ കച്ചവടങ്ങളെ സംബന്ധിച്ചിടത്തോളം അടുത്ത കാലത്ത് പത്രങ്ങളിലൊക്കെ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ നിത്യ ചാനൽ വാർത്തകളും അതുപോലെ പത്രമാധ്യമങ്ങളും ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ ഒരു സ്ഥലത്ത് ഈ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റും ജീവിത സൗകര്യവും കൂടി വരുന്നതിന് നമുക്ക് കാണാൻ കഴിയുമെങ്കിലും അതിൻ്റെ അതേ ശക്തിയിൽ തന്നെ മനുഷ്യനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള അതായത് അക്രമങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇത് ലോകത്തിൻ്റെ പല ഭാഗത്തും പഠനവിധേയമാക്കിയ ഒരു സംഗതിയാണ്. വിദ്യാഭ്യാസ പുരോഗതി നേടുന്തോറും മനുഷ്യൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ കുറ്റവാസന കൂടുന്നത്, ധാർമ്മിക അധപ്പതനം ഉണ്ടാകുന്നത് എന്നത് ലോകത്ത് പല ഭാഗത്തും, ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും ഇത് പഠനവിധേയമാക്കിയതാണ്. പണ്ഡിതന്മാരും വിദ്യാഭ്യാസ വിദഗ്ധരും മനഃശാസ്ത്രജ്ഞന്മാരും ഒക്കെ ഇത് പഠനവിധേയമാക്കിയിട്ടുണ്ട്. ഒരുപാട് പരിഹാര നിർദ്ദേശങ്ങളും അവർ നൽകിയിട്ടുണ്ട്. പക്ഷെ ആ പരിഹാര നിർദ്ദേശങ്ങളൊന്നും ജീവിതത്തിൽ പകർത്താത്ത രീതിയിലാണ് ജനജീവിതം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ തെളിവാണ് ഈ കുറ്റകൃത്യങ്ങളുടെ വർധനം കാണിക്കുന്നത്. വളരെ അത്ഭുതകരമാണ് മനുഷ്യ ജീവിതം. അതായത് മനുഷ്യൻ സ്വന്തം നന്മയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നതോടൊപ്പം തന്നെ അവൻ തിന്മയും വാരിക്കൂട്ടുന്നു എന്നുള്ളതാണ്. ആകെ ഒരു തരം നന്മ തിന്മകളുടെ ഒരു സങ്കലന രീതിയിലാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന്. കൃത്യമായി മനുഷ്യന് ശാന്തവും സമാധാനപരമായ ഒരു ജീവിതത്തിലേക്ക് നീങ്ങാൻ പറ്റാത്തൊരു ചുറ്റുപാട്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഈ ധാർമ്മിക അധപ്പതനം ഇങ്ങനെ ഉണ്ടാകുന്നത്? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളാണ് സംഭവങ്ങൾ ഉണ്ടാകുന്നത്, പ്രവർത്തികളാണ് സംഭവങ്ങളായിട്ട് വരുന്നത്. ഈ മനുഷ്യ പ്രവർത്തനങ്ങൾ വരുന്നതിന് മുമ്പ് മനുഷ്യനിൽ ഒരുപാട് തരത്തിലുള്ള വേറെ ചില പ്രോസസ്സ്, ചില നടപടിക്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള വികാരങ്ങൾ, വിചാരം, ചിന്ത, ആശ, ആശയം, ഭാഷ, പ്രവൃത്തി, ഇതാണ് എൻ്റെ സീക്വൻസ്. ഒരു പ്രവൃത്തി പെട്ടെന്നുണ്ടാവുന്നതാണ് എങ്കിലും അതിൻ്റെ പിന്നിൽ കുറേ പ്രോസസ്സുകളുണ്ടാവും, വികാരം ഉണ്ടാവും. അമൂർത്തമാണ് വികാരങ്ങൾ. അത് നമുക്ക് എന്തോ ഒന്ന് മനസ്സിൽ തോന്നുന്നു, പറയാൻ കിട്ടുന്നില്ല, നമ്മൾ സാധാരണ പറയാറുണ്ട്. അതായത് അതിനൊരു മൂർത്തഭാവമില്ല. ഈ വികാരങ്ങൾക്ക് ഒരു മൂർത്തഭാവം നൽകുന്നത് വിചാരങ്ങളും ചിന്തയുമാണ്. വിചാരം ചിന്തയും വരുമ്പോൾ അതിൻ്റെ കൂടെ പൊട്ടിമുളയ്ക്കുന്ന ഒരു സംഗതിയാണ് ആശ. ഈ ആശയിൽ നിന്നാണ് ആശയം ഉണ്ടാകുന്നത്. ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാമെന്നൊക്കെ ആശ, അഭിലാഷം എന്നൊക്കെ പറയാം. അത് ഭാഷയിലൂടെ പുറത്തു പറയുകയോ പ്രവൃത്തിയിലൂടെ പുറത്തു കൊണ്ടുവരികയോ ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ അടിസ്ഥാനപരമായി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വികാരങ്ങളാണ്. ഇതൊക്കെ മനസ്സിലാണ്, വികാര വിചാരങ്ങളൊക്കെ മനസ്സിലാണ്. ചിന്തയും ആശയരൂപീകരണമൊക്കെ തലച്ചോറിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് നടക്കുന്നത് എന്നാണ് ശാസ്ത്രകാരന്മാരിൽ അധിക പേരും അഭിപ്രായപ്പെടുന്നത്. പക്ഷെ വികാരത്തെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഹൃദയത്തെ ചൂണ്ടിക്കാണിക്കുന്നത്, ഹൃദയവികാരങ്ങൾ എന്നാ പറയാം. അപ്പോൾ ആ വികാരങ്ങളെ ഉറവിടം മനസ്സാണ്. ഈ മനുഷ്യ മനസ്സ് എന്ന് പറയുന്നൊരു സംഗതി വളരെ നിഗൂഢമായൊരു സംഗതിയാണ്. മനുഷ്യന് ഇതുവരെ കണ്ടെത്താൻ കഴിയാത്തൊരു സംഗതിയാണ് മനസ്സ് എന്നുള്ളത്. നമ്മളിലുള്ളത്, നമുക്ക് കണ്ടെത്താനാവാത്തത്, അത് തന്നെ നമ്മുടെ നിസ്സഹായ അവസ്ഥ തെളിയിക്കുന്ന ഒരു സംഗതിയാണ്.
മനുഷ്യൻ നിസ്സഹായനാണ്, കഴിവില്ലാത്തവനാണ് എന്ന് അവനോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് അവൻ്റെ മനസ്സിൻ്റെ നിഗൂഢതകൾ കണ്ടെത്താൻ സാധിക്കാത്തത്. മനസ്സിൻ്റെ നിയന്ത്രണം പലപ്പോഴും മനുഷ്യന് വിട്ടുപോകാറുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങളാണ് ഏറ്റവും ഒടുവിൽ പ്രവർത്തനങ്ങളായി പുറത്തു വരുന്നത്. അപ്പോൾ മനുഷ്യ മനസ്സിൻ്റെ വികാരവിചാരങ്ങളും അതിൻ്റെ പ്രവർത്തന രീതികളും മനുഷ്യൻ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് എന്ന് സൃഷ്ടിച്ച തമ്പുരാൻ തീരുമാനിച്ചു. അതുകൊണ്ട് മനുഷ്യ മനസ്സിൻ്റെ തലങ്ങളെക്കുറിച്ചും അതിൻ്റെ ഓരോത്തിൻ്റെയും പ്രകൃതത്തെക്കുറിച്ചും അതുണ്ടാക്കുന്ന ഇഫക്റ്റുകളെക്കുറിച്ചും ഖുർആൻ നിരന്തരമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ. വളരെ ചെറിയൊരു സൂറത്ത് ശംസ് എന്നാണ്. അതിൽ തന്നെ സൂര്യൻ, പ്രകാശം, വെളിച്ചം എന്നൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. ഹ്രസ്വമായ 2-3 സെന്റൻസുകളിൽ ആ കാര്യം അല്ലാഹു തആല പറയാം. നഫ്സ് എന്നുള്ളത് മനസ്സ് അല്ലെങ്കിൽ ആത്മാവ് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി പ്രയോഗിക്കും. ആത്മാവിൻ്റെ യഥാർത്ഥ അറബി റൂഹ് എന്നാണ്. പക്ഷെ നഫ്സ് എന്ന പദവും ഖുർആനിൽ പലപ്പോഴും ഉപയോഗിച്ച് കാണാറുണ്ട്. അപ്പോൾ ഈ നഫ്സിൽ എന്തൊക്കെ ഉണ്ടാവുന്നുണ്ടോ, ഏതെല്ലാം തരത്തിൽ, ആ നഫ്സിനെ സന്തുലിതമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. വളരെ പ്ലെയിനാണ്, സത്യസന്ധമാണ്, വളരെ സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് നിൽക്കുക. അതിന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മനസ്സുണ്ടാക്കാൻ മനുഷ്യന് കഴിയില്ല, മനസ്സിനെ ഇല്ലാതാക്കാനും കഴിയില്ല. സാധാരണ വർത്തമാനം പറയുന്നുണ്ട് മനസ്സുണ്ടെങ്കിൽ ചെയ്തോന്നു എന്ന് പറഞ്ഞാൽ മനസ്സില്ലാത്തതുകൊണ്ടല്ല, മനസ്സാന്നിധ്യം, മനസ്സിന് അതിനുള്ള താല്പര്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എനിക്ക് മനസ്സില്ല എന്ന് പറയാറുണ്ട്. മനസ്സില്ലാത്തത് കൊണ്ടല്ല, മനസ്സിന് ഈ വിഷയത്തിൽ താല്പര്യമില്ല എന്നുള്ള അർത്ഥത്തിലാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനസ്സുണ്ടാക്കാനോ മനസ്സിനെ നശിപ്പിക്കാനോ സാധ്യമാവുകയില്ല എന്നാണ്. സൃഷ്ടിക്കപ്പെട്ട ഒരു മനസ്സിനെ സംസ്കരിക്കാനും മലീമസമാക്കാനും മനുഷ്യന് കഴിവും സ്വാതന്ത്ര്യമുണ്ട്. അത് മറ്റൊരു അത്ഭുതമാണ്. അള്ളാഹു സൃഷ്ടിച്ചു തന്ന ഒരു മനസ്സിനെ മനുഷ്യന് നന്നാക്കിയെടുക്കാം, സംസ്കരിച്ചെടുക്കാം, അതുപോലെ തന്നെ മലീമസമാക്കാനും കഴിയുന്നതാണ്. ഈ കഴിവും സ്വാതന്ത്ര്യവും മനുഷ്യന് നൽകിയിട്ടുള്ളത് കൊണ്ടാണ് മനുഷ്യാസ്തിത്വം നിലനിൽക്കുന്നത്, ഉത്തരവാദിത്വം നിലനിൽക്കുന്നത്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഉത്തരവാദിത്വം എന്നുള്ളത് നൽകുന്നത്. അപ്പോൾ മനുഷ്യ മനസ്സിനെ അന്യൂനമായി സന്തുലിതമായി സൃഷ്ടിക്കുകയും ഫഅൽഹമഹ, അതിന് ഇൻസ്പയർ ചെയ്യും, അതായത് അതിന് ഇൽഹാം കൊടുക്കുകയും അതിന് പ്രചോദനം നൽകുകയും ചെയ്തു. ഫുജൂറഹ, ആദ്യം ഇവിടെ അതിൻ്റെ വഴികേടിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം തഖ്വയെക്കുറിച്ചല്ല പറഞ്ഞത്. തഖ്വയാണ് യഥാർത്ഥത്തിൽ വേണ്ടിയത്. അതാണ് മനുഷ്യ ജീവിതത്തെ നന്നാക്കി കൊണ്ടുപോകുന്ന ഘടകം. പക്ഷെ ഇവിടെ പറഞ്ഞത്, ആദ്യം തന്നെ പറഞ്ഞത് ഫുജൂർ. ഫുജൂർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അധർമ്മം, അതിൻ്റെ മോശത്തനം, അതിൻ്റെ ഫജ്ർ എന്നൊക്കെ പറയുന്നത്, ഫജ്ർ സാദിഖ്, പൊട്ടിവിടലുക, അക്രമം, അതിൻ്റെ നേരല്ലാത്ത രീതി, അതിൻ്റെ ധർമ്മധിക്കാരം എന്നൊക്കെയാണ് ഒരുപാട് അർത്ഥമുണ്ട് ഫുജൂർ. അപ്പോൾ ആ മനുഷ്യ മനസ്സിൻ്റെ മാർഗച്യുതിയെക്കുറിച്ച് അതിന് ബോധം നൽകിയിട്ടുണ്ട്. അപ്പോൾ തഖ്വാഹ, അതിൻ്റെ സൂക്ഷ്മതയെക്കുറിച്ചും മനുഷ്യന് ബോധ്യം നൽകിയിട്ടുണ്ട്. ഓരോ വിഷയത്തിലും എന്താണ് നന്മ, എന്താണ് തിന്മ എന്ന് മനുഷ്യ മനസ്സിന് വിവേചിച്ചറിയാൻ സാധിക്കുമെന്നുള്ളതാണ്. ഈ മനുഷ്യ മനസ്സിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 തലങ്ങളായി സൃഷ്ടിച്ചിരിക്കുന്നു. അതിൽ ഒന്ന് ലോവർ, അധമ മനസ്സ്, ലോവർ സൈക്കിൾ എന്നൊക്കെ പറയാം. ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസ്സൂ, തിന്മയിലേക്ക് ചായ്വുള്ള മനസ്സ്. തിന്മകൾ എന്ന് പറയുന്നത് സ്വതേ കേവലമായ തിന്മകളില്ല. ഏതെങ്കിലും ഒരു സംഗതി ആത്യന്തികമായ തിന്മയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നന്മ തിന്മ തീരുമാനിക്കാൻ മനുഷ്യന് അധികാരമോ അവകാശമോ ഇല്ല എന്നാണ് അള്ളാഹുവിൻ്റെ ന്യായം. അള്ള നന്മയെന്ന് പറഞ്ഞതൊക്കെ നന്മ, അള്ള തിന്മയെന്ന് പറഞ്ഞതൊക്കെ തിന്മ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരേ വിഷയത്തിൽ തന്നെ നന്മയും തിന്മയും ഒരുപോലെ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, വെള്ളം, ഭക്ഷണം, അതുപോലെ തന്നെ ലൈംഗിക ആവശ്യങ്ങൾ. വെള്ളം അനിവാര്യമാണ്, അതില്ലെങ്കിൽ മനുഷ്യൻ ജീവിക്കാൻ പറ്റില്ല. ഭക്ഷണം അനിവാര്യമാണ്, അതില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. ലൈംഗിക തൃഷ്ണ ഇല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഈ വംശം നിലനിൽക്കില്ല. അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം. അപ്പോൾ അതിൻ്റെ അധികൃതമായ സമ്പാദ്യവും അതിൻ്റെ
ഒരു മിതമായ ഉപയോഗവും യഥാർത്ഥത്തിൽ ഇബാദത്തായിട്ട് അല്ലാഹു തആല തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ അനധികൃതമായ സമ്പാദ്യവും അതിൻ്റെ അമിതോപഭോഗവും കൂടുതൽ ഉപയോഗിച്ചാൽ അത് ഹറാമാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. വെള്ളം ഏത് വെള്ളവും കുടിക്കാൻ പാടില്ല. അത് 2-3 സംഗതികൾ നോക്കണം. നജീസാണോ നോക്കണം, താഹിറാണോ നോക്കണം, മിനിമം താഹിറെങ്കിലും ആയിരിക്കണം. പിന്നെ അത് ഹലാലാണോ നോക്കണം, അത് ഹറാമാണോ നോക്കണം. അതുപോലെ തന്നെ ഭക്ഷണം, ഏത് ഭക്ഷണം എടുത്ത് കഴിക്കാൻ പറ്റില്ല, അതിലൊക്കെ ഈ പറഞ്ഞ സംഗതികൾ നോക്കണം. ലൈംഗിക ബന്ധം അത് ആരുമായിട്ടും പറ്റില്ല, അതിൻ്റേതായ ഒരു ചട്ടക്കൂട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ഇതൊക്കെ അധികൃതമായി സമ്പാദിക്കുകയും മിതമായി ഉപഭോഗിക്കുകയും ചെയ്യുമ്പോൾ അത് ഉത്തമമായ ഇബാദത്താണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു അനുചരൻ ചോദിച്ചു, അല്ല റസൂലേ, എൻ്റെ ഭാര്യയുമായി ഞാൻ ബന്ധപ്പെടുന്നതിന് എനിക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് പുണ്യം കിട്ടും, കൂലി കിട്ടുമെന്ന്. വളരെ സുസ്മേരവദനായ റസൂൽ തിരിച്ചു ചോദിച്ചു, അല്ല ആ ആഗ്രഹം മറ്റൊരാളുമായും നീ പൂർത്തീകരിച്ചാൽ നിന്നെ ശിക്ഷിക്കൂലേ? ശിക്ഷിക്കും. എന്നാൽ പിന്നെ അതിന് അല്ലാഹു തആല നിനക്ക് പുണ്യവും സവാബും തരും. അപ്പോൾ വളരെ നമ്മൾ സാധാരണ നിലയിൽ മനസ്സിലാക്കാത്തൊരു സംഗതിയാണ്. ഒരാൾ അയാളുടെ ഭാര്യയുമായി ബന്ധപ്പെടുന്നതിന് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തായി പരിഗണിച്ചുകൊണ്ട് അതിന് പ്രതിഫലം നൽകുമെന്നും അത് അപ്പുറം പോയാൽ ശിക്ഷയും കൊടുക്കും. അത് എല്ലാ സംഗതികളും മിതമായ സംഗതികൾ ഉപഭോഗിക്കുക. എല്ലാ സംഗതികളുടെ മിതത്വമാണ് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത്. അമിതമായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് മനുഷ്യന് തന്നെ ഹാനിയാണ്. ഇപ്പോൾ ഭക്ഷണം, എന്തിനാണ് അമിത ഉപഭോഗം അല്ലാഹു തആല ഹറാമാക്കിയത് എന്ന് നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. ഒരുപാട് വാരി വലിച്ച് കയറ്റിയാൽ നമ്മുടെ ഇതിനകത്ത് കൊള്ളില്ല, ഫങ്ഷൻ നടക്കില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള നിയന്ത്രണവും ക്രമീകരണങ്ങളൊക്കെ ആവശ്യമാണ്. അതുപോലെ തന്നെ വെള്ളം തന്നെ ഒരുപാട് കുടിച്ചാലോ ഒരുപാട് ഉപയോഗിച്ചാലോ അത് നാശമാണ്. പുഴയിൽ കുളിക്കുമ്പോഴും നമ്മൾ വെള്ളം ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ ഉപയോഗിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വംശവർദ്ധനവിനുള്ള ലൈംഗിക ബന്ധങ്ങൾ അമിതമായാൽ അത് മനുഷ്യൻ്റെ ആരോഗ്യത്തെയും ജീവനെയും തന്നെ ബാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ഭൗതികമായി മനുഷ്യന് അസ്വസ്ഥതയും പ്രയാസവും ഉണ്ടാക്കുന്ന തരത്തിൽ ഒന്നിനെയും അമിതോപഭോഗം നടത്തരുത്. ഇപ്പോൾ നഫ്സിൽ അമ്മാറയ്ക്കുള്ളൊരു പ്രശ്നം, ഏത് സംഗതിയും കൂടുതൽ ആസ്വദിക്കാനുള്ളൊരു ത്വര ഉണ്ടാക്കുന്ന മനസ്സാണ്. അതായത് അമിതോപഭോഗത്തിനുള്ള ഒരു താല്പര്യം നഫ്സിൽ അമ്മാറയ്ക്കുണ്ട്. തിന്മയാണ് അത്. ആ തിന്മയിലേക്ക് ചായ്വുണ്ട്. ഏതെങ്കിലും ഒരു സംഗതി മോശമായ ഒരു സംഗതി ചെയ്താൽ കൂടുതൽ ചെയ്തിട്ട് ആസ്വദിക്കാനുള്ള ഒരു തൃഷ്ണുണ്ട്. അപ്പോൾ ഉടനെ തന്നെ നഫ്സിൽ ലവ്വാമ, കുറ്റപ്പെടുത്തുന്ന ഒരു മനസ്സുണ്ട്. മനുഷ്യൻ അല്ലാഹു തആല സംവിധാനിച്ച നഫ്സുൽ അമ്മാറയിൽ പിശാചാ പ്രവർത്തിക്കുന്നത്. ഈ തിന്മയും പിശാചും അതിന് താവളമൊക്കെ അല്ലാഹു തആല നിശ്ചയിച്ചു കൊടുത്തത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നന്മ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരത്തിന് വേണ്ടിയാണ്. അതായത് തിന്മയില്ലെങ്കിൽ നന്മ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ തിന്മകൾ ഇന്നതാണ് എന്ന് പറഞ്ഞ് നന്മകൾ ഇന്നതാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ നന്മയിലെയോ തിന്മയിലേക്കോ നിൽക്കാൻ മനുഷ്യനൊരു സ്വാതന്ത്ര്യം കൊടുത്തിട്ട് അവൻ്റെ സ്വാതന്ത്ര്യ ഉപയോഗത്തിന് അവനെ രക്ഷിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ നഫ്സിൽ ലവ്വാമ, കുറ്റപ്പെടുത്തുന്ന ക്രിട്ടിക് സൈക്ക്, വിമർശക മനസ്സ്. അപ്പോൾ നമ്മുടെ മനസ്സിന് ഒരു സംഗതി തോന്നിയാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സാക്ഷി വിലയിരുത്തുന്നതാണ്. അതായത് ലവ്വാമ വിലയിരുത്തും. ഇത് രണ്ടും തമ്മിലൊരു സംഘടന ഉണ്ടാവും. ഒടുവിൽ മനസ്സാക്ഷി ജയിച്ചാൽ മനുഷ്യ മനസ്സിന് സംതൃപ്തി ഉണ്ടാവും. നഫ്സുൽ മുത്മഇന്ന, ശാന്ത മനസ്സിലേക്ക്, സംതൃപ്ത മനസ്സിലേക്ക് പോകുന്നതാണ്. അങ്ങനെ ഓരോ വിഷയത്തിലും മനുഷ്യൻ നഫ്സുൽ അമ്മാറയുടെയും നഫ്സുൽ ലവ്വാമയുടെയും ആ ഒരു തര ജിഹാദിൽ നഫ്സ് എന്നാണ് പറയാൻ. അതായത് കഠിനമായ പോരാട്ടത്തിലൂടെ അങ്ങനെ നഫ്സുൽ ലവ്വാമയിൽ നിന്ന് നഫ്സുൽ മുത്മഇന്നയിലേക്ക് എത്തുമ്പോൾ അവൻ ശാന്തഗതി പ്രാപിക്കും. അങ്ങനെ പ്രവർത്തനങ്ങളിൽ നിരന്തരമായി ശാന്തഗതി പ്രാപിക്കുമ്പോഴാണ് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ശാന്തമായ ഒരു മനസ്സ് അതിൻ്റെ ഉടമയാകുന്നത്. ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങളെ ശാന്തമായി നോക്കിക്കാണാനുള്ള ഒരു കഴിവ് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. ശാന്തമായി കഴിഞ്ഞാൽ എല്ലാം വളരെ ശാന്തമായി. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി. അങ്ങനെ ശാന്തമായ മനസ്സിനെ, മുത്മഇന്നായ മനസ്സിനെ, ശാന്തഗതി പ്രാപിച്ച മനസ്സിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിസംബോധന ചെയ്യുന്നു. അങ്ങനെയാണ്. അല്ലയോ ശാന്തഗതി പ്രാപിച്ച ആത്മാവേ,
പരസ്പരം തൃപ്തിപ്പെട്ടുകൊണ്ട്, നീ രക്ഷിതാവിനെയും രക്ഷിതാവ് നിന്നെയും തൃപ്തിപ്പെട്ടുകൊണ്ട് എൻ്റെ അടിമകളോടൊപ്പം എൻ്റെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചുള്ളൂ എന്നുള്ളത്. സ്വർഗത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും ഉദാത്തവും ഉത്തമമായ ഒരു സങ്കല്പം നമുക്ക് തന്നിട്ടുണ്ട്. പൂർണ്ണമായി ആശ്വാസകരമായ സംഗതി, ആനന്ദത്തിൻ്റെ, നിത്യാനന്ദത്തിൻ്റെ അവസാനിച്ചു പോകാത്ത ഗേഹമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്വർഗത്തിലേക്ക് പോകുന്നതിന് തടസ്സം സൃഷ്ടിക്കാൻ പിശാചിൻ്റെ ചില പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മളെ അറിയിക്കേണ്ട ആവശ്യമുണ്ടല്ലോ. ഈ പിശാച് നമ്മളെ പലപ്പോഴും പിടിവലി നടത്തി ഭൗതിക ജീവിതത്തിൻ്റെ ആസ്വാദനങ്ങളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അത് നഫ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. അസംസ്കൃതമാണ് അടിത്തട്ടിലുള്ള മനസ്സ്. ഈ അസംസ്കൃത മനസ്സിനെ സംസ്കരിച്ചെടുക്കണമെന്നാണ്. അത് അഫ്ലഹ മൻ സക്കാഹ, അതായത് സംസ്കരിച്ചെടുത്ത, ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ, ഒരുപാട് താല്പര്യങ്ങൾ, ഒരുപാട് ത്വരകൾ മനുഷ്യ മനസ്സിലിങ്ങനെ കടന്നുകൂടും. ഒരിക്കലും അവസാനിച്ചു പോകാത്ത ആഗ്രഹങ്ങളുടെ ഒരു കൂമ്പാരമാണ് ഇങ്ങനെ നഫ്സ് അല്ല അമ്മാറ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതൊന്നും വേണ്ടതില്ല, ചുറ്റുപാടും സാഹചര്യവും അനുവദിക്കുന്നത് ഇത്രയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് ഇത്രയാണ്, അതുപോലെ തന്നെ എനിക്ക് പരലോകത്ത് പുണ്യം കിട്ടാൻ ഞാൻ ഇത്ര കൊണ്ട് തൃപ്തിപ്പെടേണ്ടതുണ്ട് എന്നൊക്കെ നഫ്സിനോട് പറഞ്ഞു തരുന്നത്, യഥാർത്ഥത്തിൽ മൊത്തം മനസ്സിനോട് പറഞ്ഞു കൊടുക്കുന്നത് നഫ്സിൽ ലവ്വാമയാണ്. അവിടെയാണ് മനുഷ്യന്റെ അസ്തിത്വം കുടികൊള്ളുന്നത് എന്നുള്ളതാണ്. ഇവിടെ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായമില്ലാതെ വന്നു കഴിഞ്ഞാൽ ഈ ആഗ്രഹങ്ങൾ ഇങ്ങനെ ഒരിക്കലും പിടിച്ചാൽ കിട്ടാത്ത, കടിഞ്ഞാണില്ലാത്ത കുതിര പോലെ പാഞ്ഞുകൊണ്ടിരിക്കും. ആരെങ്കിലും കരുണാമയന്റെ ശ്രദ്ധ വിട്ടു കഴിഞ്ഞാൽ അവന് പിന്നെ ഒരു കൂട്ടാളി പിശാചായിരിക്കും. പിശാചിനെ നാം നിയമിച്ചു കൊടുക്കും എന്നാണ്. അവര് മനുഷ്യന്മാരെ വഴികേടിലാക്കും, പക്ഷെ അവർക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. അവര് നേരെ പ്രവർത്തിക്കുന്നവരാണ് എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. ആരെങ്കിലും പിശാചിനെ കൂട്ടാളിയാക്കിയാൽ വളരെ മോശമായ ഒരു കൂട്ടാളിയായിരിക്കും അവൻ. അപ്പോൾ ഓരോ സംഗതിയും നമ്മളെ പറഞ്ഞ് പ്രേരിപ്പിക്കുന്നതിൽ നമ്മളിങ്ങനെ തട്ടിച്ചു നോക്കുമ്പോൾ അമിതമുണ്ടോ, അമിതോപഭോഗമുണ്ടോ, അല്ലെങ്കിൽ ഭൗതികാസ്വാദനം ഉണ്ടോ എന്നൊക്കെ നോക്കുമ്പോൾ അത് പിശാചിന്റെ പ്രേരണ കൊണ്ടുണ്ടാവുന്നതാണ് എന്ന് മനസ്സിലാക്കും. ഇത് നഫ്സിന്റെ പ്രാകൃതമായ അസംസ്കൃതമായ ഒരു രൂപമാണ്. ഇതിനെ സംസ്കരിച്ചെടുക്കണം എന്നാണ്. യഥാർത്ഥത്തിൽ പ്രവാചകന്മാരൊന്നും ആവശ്യമില്ലാതെ തന്നെ മനുഷ്യന് നന്മതിന്മകൾ തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് ഖുർആൻ കൊണ്ട് മനസ്സിലാവുന്നത്. കാരണം ഓരോ നഫ്സും, പ്രവാചകന്റെ നഫ്സ് ഉൾപ്പെടെ ഓരോ നഫ്സും അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ നഫ്സിന്റെ നന്മയും തിന്മയും അവന് തന്നെ അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും അതിനു മാത്രം വിട്ടുകൊടുക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ അയച്ച് ദിവ്യബോധനത്തിലൂടെ ഈ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് ഒരു അഡീഷണൽ, അതായത് അധിക കാരുണ്യം എന്നുള്ള നിലക്കാണ്. എല്ലാ പ്രവാചകന്മാരും യഥാർത്ഥത്തിൽ തസ്കിയത്തിന് വേണ്ടി വന്നതാണ്, അതായത് സംസ്കരണത്തിന് വേണ്ടി വന്നതാണ്. സംസ്കരണം ഉണ്ടായേ തീരൂ എന്നുള്ള. സംസ്കരണം ഉണ്ടാവുമ്പോൾ ഏതേത് കാര്യങ്ങളിൽ നിന്ന് സംസ്കരണം ഉണ്ടാവണം എന്ന് പഠിപ്പിക്കണമെന്ന് വേണ്ടിയാണ് ഈ പിശാചിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരുപാട് സ്ഥലത്ത് പറയുന്നത്. വയരീദു ശൈത്താന യുളില്ലഹും വലാലം ബഈദ. പിശാച് നിങ്ങളെ വിദൂരമായ വഴികേടിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു ശക്തിയാണ്, നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. കുതിബ അലൈഹി അന്നഹു മൻ തവല്ലഹു ഫഅന്നഹു യുളില്ലുഹു വയഹ്ദിഹി ഇലാ അദാബിസ് സഈർ. അവന്റെ ഡ്യൂട്ടി, അവനെ സംബന്ധിച്ചിടത്തോളം എഴുതപ്പെട്ട കാര്യം നിങ്ങളെ വഴിതെറ്റിച്ച് നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതിനെതിരെ നിങ്ങളുടെ മനസ്സ് ജാഗരൂകമായി നിൽക്കേണ്ടതുണ്ട്. പിശാചിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന്, പിശാചിന്റെ താല്പര്യം, ഇപ്പൊ കുറ്റവാളികളെ സംബന്ധിച്ച് പഠിച്ചു നോക്കിയാൽ, അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളുടെ വർധന സംബന്ധിച്ച് പഠിച്ചു നോക്കിയാൽ അത് നമുക്ക് മനസ്സിലാകും. ഈ കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുന്ന പലപ്പോഴും മനുഷ്യന്റെ അത്യാർത്തിയിൽ നിന്നും, സ്വാർത്ഥതയിൽ നിന്നും, ധൃതിയിൽ നിന്നും, അതുപോലെ തന്നെ പല സംഗതികളിൽ നിന്നും. ആക്സിഡന്റ് ഉണ്ടാകുന്നത് തന്നെ പലപ്പോഴും അമിതമായ ധൃതി ഉണ്ടാകുന്നതിലാണ്. പല പ്രകൃതിക്ഷോഭങ്ങൾ പോലും മനുഷ്യന്റെ അത്യാർത്തി കൊണ്ടാണ് ഉണ്ടാകുന്നത്. അതായത് യാതൊരു തരത്തിലുള്ള ഒരു ധാർമ്മികമായ ബോധമോ ചുറ്റുപാടിനെ സംബന്ധിച്ചുള്ള വിവരമോ ഇല്ലാതെ കണ്ട കാടെല്ലാം വെട്ടി തെളിച്ച് പൊടിച്ച് ഇതെല്ലാം വെട്ടി നിരപ്പാക്കിയാൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകാറുണ്ട്. മനുഷ്യന്റെ അത്യാർത്തിയാണ്. കാട്ടിലെ തടി മുഴുവൻ വെട്ടിവിറ്റ് പൈസാക്കുക, അതായത് മല മുഴുവൻ മണ്ണിടിച്ച് പൈസാക്കുക, അവിടെ മുഴുവൻ സിമന്റ് കൊട്ടാരങ്ങൾ ഉണ്ടാക്കുക. പ്രകൃതിയുടെ സന്തുലനം തകർത്ത് കളയുന്ന മനുഷ്യന്റെ ഭയങ്കരമായ അനുഭൂതിയുടെ
ആസ്വദിക്കാനുള്ള അഭിവാഞ്ചയാണ് യഥാർത്ഥത്തിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് ഉണ്ടാക്കുന്നതെന്നുള്ള. ഓരോ സംഗതിയും പരിശോധിച്ചാൽ ഏത് കുറ്റകൃത്യം എടുത്തു നോക്കിയാലും മനുഷ്യന്റെ അമിതോപഭോഗത്തിന്റെ താല്പര്യമാണ് ആ കുറ്റകൃത്യത്തിന് പിന്നിലുള്ളതെന്ന് മനസ്സിലാക്കാം. കൈക്കൂലി വാങ്ങുന്നവൻ, അഴിമതി നടത്തുന്നവൻ, കള്ളം പറയുന്നവൻ, ആത്മീയ കച്ചവടം നടത്തുന്നവൻ, ഇവരെല്ലാവരെയും പരിശോധിച്ച് നോക്കിയാൽ അതിന്റെ പിന്നിൽ സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടാവും, അത്യാർത്ഥി ഉണ്ടാകും. അതായത് മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് പണമടിച്ച് ദുന്യാവ് സുഖിക്കാനുള്ള താല്പര്യം കൊണ്ടാണ് ഈ വക സംഗതികളൊക്കെ ചെയ്യുന്നത്. കുറ്റകൃത്യങ്ങളുടെ പിന്നിൽ മനുഷ്യന് എപ്പോഴും ഈ തരത്തിലുള്ള സ്വാർത്ഥതകളും താല്പര്യങ്ങളുണ്ടാകും. ഇതെല്ലാം പിശാചിന്റെ പ്രവർത്തനങ്ങളാണ്. പിശാച് ദാരിദ്ര്യത്തെക്കുറിച്ച് ഭയപ്പെടുത്തും. പിശാച് ഈ പ്രവർത്തനങ്ങളെ അലങ്കൃതമാക്കി തോന്നിക്കും. പിശാച് നിങ്ങളെ വഴികേടിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോകും. പിശാച് ഒരിക്കലും വഞ്ചനയല്ലാതെ വാഗ്ദാനം ചെയ്യുന്നില്ല. ഈ വഞ്ചനയിൽ ഭൗതിക ജീവിതത്തിന്റെ ആർഭാടങ്ങൾ ആസ്വദിക്കാൻ വേണ്ടിയുള്ള അന്തം വിട്ട പോക്ക് യഥാർത്ഥത്തിൽ നിങ്ങളെ തന്നെ നശിപ്പിച്ചു കളയും. അങ്ങനെ ഒരുപാട് ജനതകളെ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ ഈ പിശാചിനെ എതിർത്ത് തോൽപ്പിക്കുക, പിശാചിന് എതിരായി നിൽക്കുക, പിശാചിന്റെ ശക്തികൾക്ക് എതിരെ പ്രതിരോധം തീർക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. നല്ല വികാരങ്ങൾ ഉണ്ടാകുന്നതിന്, നല്ല വിചാരങ്ങൾ ഉണ്ടാകുന്നതിന്, നല്ല മനസ്സുണ്ടാകുന്നതിന്, നല്ല പ്രവൃത്തി ഉണ്ടാകുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് സഹായം ചോദിച്ചിട്ട് പിശാചിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കുക. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, പിശാച് ഇന്ന ഇബാദി ലൈസ ലക സുൽത്താൻ വഖഫാ ബിറബ്ബിക വക്കീല. എന്റെ യഥാർത്ഥ അടിമകളുടെ മനസ്സിന്റെ മുകളിൽ പിശാചിന് യാതൊരു സ്വാധീനവും നാം നൽകിയിട്ടില്ല. ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂൻ. വിശ്വസിക്കുകയും അല്ലാഹുവിൽ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം യാതൊരു അധികാരവുമില്ല. വിഷയങ്ങൾ വരുമ്പോ, പ്രയാസം വരുമ്പോ, ബുദ്ധിമുട്ട് വരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അലല്ലാഹി തവക്കൽ, പടച്ചവൻ വിധിച്ചത് അത്രയാണ് എന്ന് വിചാരിച്ച് സമാധാനിക്കാൻ കഴിയുന്ന മനസ്സുകൾക്ക് പിശാചിനെ സ്വാധീനിക്കാൻ സാധ്യമാവുകയില്ല. അപ്പൊ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് തസ്കിയത്തുൻ നഫ്സ് അവനവന്റെ കയ്യിൽ തന്നെയാണ്. പക്ഷെ ആ തസ്കിയത്തുൻ നഫ്സ് അവനവന് മാത്രം നിർവഹിച്ചു കളയാൻ പറ്റില്ല എന്നുള്ള സംഗതിയും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. പിശാചിനെ സംബന്ധിച്ചിടത്തോളം അവനിലേക്ക് ചായുന്ന ആളുകളെ മാത്രമേ അവൻ യഥാർത്ഥത്തിൽ വഴിതെറ്റിക്കൊള്ളൂ. അതുകൊണ്ട് ഏതെങ്കിലും പൈശാചിക പ്രേരണകൾ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുണ്ടായാൽ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം തേടിക്കൊള്ളുക. അവൻ കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ഇന്നല്ലദീന തഖൂ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പൈശാചിക ദൗർബോധനങ്ങൾ അവർക്കുണ്ടായി കഴിഞ്ഞാൽ അവരുടനെ അല്ലാഹു തആലയെ ഓർക്കുകയും അപ്പോൾ അവർ ഉൾക്കാഴ്ചയുള്ളവരാവുകയും ചെയ്യും. വയഖ്വാനുഹും യമുദ്ദൂനഹും ഫിൽ ഗയ്യി സുമ്മ ലാ യഖ്സിറൂൻ. അവരുടെ സഹോദരങ്ങളാണെങ്കിൽ, അതായത് പിശാചിന്റെ താല്പര്യങ്ങൾക്കൊത്ത് നാട്ടുകാരെന്ത് വിചാരിക്കുമെന്നനുസരിച്ച് കാര്യങ്ങൾ നയിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുക അവരൊരിക്കലും അതിൽ നിന്ന് വിരമിക്കുകയില്ല. അവർ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. യമുദ്ദൂനഹും ഫീ തുഗ്യാനിഹിം. അവരുടെ ഈ മോശത്തനത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കയറൂരി വിട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി നിങ്ങൾ മനസ്സിലാക്കണം, ഈ പിശാചിന്റെ പ്രചോദനത്തിൽ നിന്ന്, ഷറിൽ നിന്ന് നിരന്തരമായി കാവലപേക്ഷിച്ച് മനുഷ്യൻ സ്വന്തം നിലയ്ക്ക് മനസ്സിനെ സംസ്കരിച്ച് നിർത്തണം. ഒരു സംസ്കാര സമ്പന്നമായ മനസ്സിനെ നല്ല ചിന്തകളും നല്ല പ്രവർത്തികളും ഉണ്ടാവുള്ളൂ. മനസ്സ് നന്നായാലേ മനുഷ്യൻ നന്നാവുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ മനസ്സ് നന്നാക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏവരെയുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. Alhamdulillah hamdan katsiran tayyiban mubarakan yanbaghi li jalali wajhihi wa li sultan. Subhanaka la nasidana kama sanayta nafsuhu lakal hamdu hatta tarla. Allahumma salli ala Muhammadin wa ala ali Muhammad kama sallaita ala Ibrahim wa ala ali Ibrahim fil alamin innaka Hamidum Majid. Ayyuhal akhwatul ahbab, ഉസിക്കും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടുന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. തഖ്വ, അതാണ് വിഷയം.
ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. നിരന്തരമായി തഖ്വ വസിയത്ത് ചെയ്യുന്നത് അതുകൊണ്ടാണ്. മനുഷ്യ മനസ്സിൻ്റെ സൂക്ഷ്മതാഭാവം, ധർമ്മബോധം അത് നിരന്തരമായി വളർത്തിക്കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. നമ്മളങ്ങനെ ചെയ്തു കളയാമെന്നൊന്നും ആരും ധരിക്കേണ്ട. ഫലാ തസ്ഖൂ അൻഫുസകും ഹുവ അഅലമു ബിമനിത്തഖാ. സ്വയം ആരും പരിശുദ്ധി ചമയണ്ട, അവനറിയാം ആരാണ് യഥാർത്ഥത്തിൽ തഖ്വയുള്ളവർ. പോലാതെ വേറെയും വലൗലാ ഫളലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു മാ സക്കാ മിൻകും മിൻ അഹദിൻ അബദാ വലാകിന്നല്ലാഹു യുസക്കി മൻ യശാ വല്ലാഹു സമീഉൻ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹവും കാരുണ്യവും ഉണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങളിൽ ആരും തന്നെ ഒരിക്കലും പരിശുദ്ധി പ്രാപിക്കുമായിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവരെ അവൻ പരിശുദ്ധിയിലേക്ക് നയിക്കുന്നു. അവൻ കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. അപ്പോൾ ഇവിടെ ഒരു സംശയം, അല്ലാഹു ഉദ്ദേശിക്കുന്നവരെയല്ലേ ചെയ്യുള്ളൂ, അപ്പോൾ നമുക്കതിൽ പങ്കില്ല എന്നുള്ളത്. അതല്ല, ആരാണ് അതിന് സ്വയം അർഹത നേടുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം. അത്തരം ആളുകളെ തസ്കിയത്തിലേക്ക് നയിക്കാനും അല്ലാത്തവനെ മറ്റേ വഴിയിലേക്ക് നയിക്കാനും അല്ലാഹ്ക്ക് അറിയാം എന്നാണ് കൃത്യമായി അവിടെ പറഞ്ഞത്. നുവല്ലിഹി മാ തവല്ല, എങ്ങോട്ടാണ് അവൻ തിരിഞ്ഞത് അങ്ങോട്ട് ഞാൻ അവനെ നയിച്ചു വിടും. വയഹ്ദി ഇലൈഹി മൻ അനാബ്, എന്നിലേക്ക് വരുന്നവനെ ഞാൻ എന്നിലേക്ക് വഴി കാണിക്കും. കൃത്യമായി അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് തീരുമാനിക്കാം നന്മയിൽ നടക്കണോ തിന്മയിൽ നടക്കണോ. അതിനുള്ള സ്വാതന്ത്ര്യം, അതിനുള്ള അവകാശം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട് എന്നുള്ള ഈ നന്മയിലേക്ക് നയിച്ച പ്രവാചകന്മാരുടെ ഉത്തരവാദിത്വം തന്നെ തസ്കിയത്താണ്. ഇവിടെ എല്ലാ വെള്ളിയാഴ്ചയും തഖ്വ വസിയത്ത് ചെയ്യുന്നുണ്ട്. തസ്കിയത്തിന് ആവശ്യമായ പല സംഗതികളും പറയുന്നുണ്ട്. ദൈനംദിന ജീവിതത്തിലെ ഒരുപാട് വ്യവഹാരങ്ങളെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് എന്തെങ്കിലും തരത്തിലുള്ള തസ്കിയത്ത്, സംസ്കരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിച്ചു നോക്കേണ്ടതാണ്. ഹാസിബു അൻഫുസകും ഖബല അൻ തുഹാസബു, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കണക്ക് നോക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങളുടെ കണക്ക് നിങ്ങൾ തന്നെ നോക്കണം. ഫൽ തൻദുറു നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ, ഓരോ നഫ്സും നാളേക്ക് എന്താണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നതെന്ന് അവൻ നോക്കിക്കൊള്ളട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വൈവാഹിക ജീവിതത്തിലെ ഇടപാടുകളെക്കുറിച്ച്, നിക്കാഹിനെക്കുറിച്ച്, അതിൻ്റെ സൽക്കാരങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുന്നതിനെ കുറിച്ച്, ദൂരത്തിനെക്കുറിച്ച്, ആർഭാടത്തെക്കുറിച്ച് ഒക്കെ ഇങ്ങനെ നിരന്തരമായി പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചലനം അല്ലെങ്കിൽ ഒരു പേടി, മിനിമം ഞാൻ ചെയ്തതൊക്കെ അങ്ങനെ ആയിപ്പോയിട്ടുണ്ടോ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാതെ വന്നിട്ടുണ്ടോ എന്നൊരു പേടി, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയെങ്കിലും ഉണ്ടായെങ്കിൽ ഒരല്പം തഖ്വ നമുക്കുണ്ടായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഇതൊന്നും കേട്ടിട്ട് എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ വരുന്നു, അങ്ങനെ പള്ളിയിൽ വന്നിട്ട് അങ്ങനെ പോവാണ് എങ്കിൽ യാതൊരു പ്രയോജനവും ഇല്ല എന്നുള്ളതാണ്. ഇവിടെ ദുന്യാവിൽ ജീവിച്ച് വെള്ളിയാഴ്ച പള്ളിയിൽ വന്ന് വലിയ ആളുകളും എല്ലാം കഴിഞ്ഞ ശേഷം അവസാനങ്ങൾ വരും. ഇവിടെ പറയണത് തന്നെ കേൾക്കാൻ എന്താണ് എന്ന് കേൾക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ വരുന്നുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, ഇന്ന് തല്ലണ്ട, ഇനി ഞാൻ നന്നാവൂല എന്ന് പറഞ്ഞ കോലത്തിലാണ്. അപ്പം അതുകൊണ്ട് ആ വിഷയം പറയാതിരിക്കല നല്ലത്. നേരത്തെ തന്നെ കാലത്തെ പള്ളിയിൽ വന്ന് കാര്യങ്ങളൊക്കെ കേൾക്കുന്ന ആളുകൾ അവരുടെ കുടുംബ ജീവിതത്തിൽ, സമൂഹ ജീവിതത്തിൽ, അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന തസ്കിയത്ത്, സംസ്കരണം നടക്കുന്നുണ്ടോ ഇല്ലേ എന്ന് ഓരോരുത്തരും, ഞാനും നിങ്ങളും, പറയുന്നവനും കേൾക്കുന്നവരും ഇത് ചിന്തിച്ചു മനസ്സിലാക്കേണ്ട സംഗതിയാണ്. കാരണം ഈ തസ്കിയത്തിന് വേണ്ടിയാണ് പ്രവാചകന്മാർ വന്നത്. ഇബ്രാഹിം നബിയുടെ വാചകങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന, കഅബ കെട്ടിയ ശേഷം അദ്ദേഹം പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഉണ്ട്. റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. അവരിൽ നിന്നൊരു പ്രവാചകനെ നീ അയക്കണം, നിന്റെ ആയത്തുകൾ അവർക്ക് ഓതി കേൾപ്പിക്കണം, പഠിപ്പിച്ചു കൊടുക്കണം, എന്നിട്ട് അവർക്ക് യുക്തിജ്ഞാനം കൊടുക്കണം, എന്നിട്ട് അവർക്ക് തസ്കിയത്തുൻ നഫ്സ്, വിജ്ഞാനം നേടിയാൽ പോരാ, വിജ്ഞാനം പ്രായോഗിക ജീവിതത്തിലെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കണം, തസ്കിയത്തുണ്ടാവണം. ഖദ് അഫ്ലഹ മൻ സക്കാഹ, ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ചെവിയിൽ ഇങ്ങനെ അതിങ്ങനെ മുഴങ്ങിക്കെട്ടോട്ടെ. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. അല്ലാഹ് പറയാ വളരെ സ്ട്രോങ് ആയിട്ട്, നമ്മൾ മനസ്സിനെ സംസ്കരിച്ചവൻ ജീവിതത്തിൽ വിജയിച്ചു, മനസ്സിനെ മലീമസമാക്കിയവൻ പരാജയപ്പെട്ടു. ഇതെല്ലാം പറഞ്ഞു പഠിപ്പിച്ചപ്പോൾ ഒരു വിഭാഗം ആളുകൾ
അവരുടെ പ്രവാചകനെ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ഹ്രസ്വമായ ചിത്രവും കൂടി ഇതിനോടൊപ്പം അല്ലാഹു തആല നൽകുന്നുണ്ട്. വടക്ക് പടിഞ്ഞാറൻ അറേബ്യയിലെ മദീനയ്ക്കും സിറിയയ്ക്കും ഇടയിൽ ഹിജ്ർ എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ആ സ്ഥലത്ത് സമൂദ് എന്ന് പറഞ്ഞൊരു ഗോത്രമുണ്ട്. സാലിഹ് നബി ആയിരുന്നു അവരുടെ പ്രവാചകൻ. അവര് ഈ താഴ്ഭാഗങ്ങളിലൊക്കെ വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കും. മലയടിവാരങ്ങളൊക്കെ ചെത്തിമിനിക്ക് വലിയ സൗധങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ ഭൗതിക ജീവിതത്തിന്റെ ആസ്വാദനത്തിന്റെ ആർഭാട ലഹരിയിൽ തോന്യാസികളായിട്ട് ജീവിച്ചൊരു ജനതയായിരുന്നു. അതിഗംഭീരന്മാരായിരുന്നു. നല്ല തടിമെടുക്കുള്ളവർ, തൻ്റെ ഇടമുള്ളവർ, ശക്തിയുള്ളവർ, നമ്മളെക്കാൾ കഴിവും ശക്തിയും ശരീരശേഷിയുമുള്ളവർ. അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ അയച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ കാണിക്കുന്ന പണിയുണ്ടല്ലോ, ഈ ഭൗതിക ജീവിതത്തിന്റെ ഈ സുഖാഡംബരതകളിൽ ലയിച്ചുകൊണ്ട് എൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് കാണിക്കുന്ന പണി, അത് നിർത്തിയില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം മഹാപോക്കാണ്, ദുന്യാവിലും ആഖിറത്തിലും പോക്കാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കാര്യങ്ങൾ, അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ സംസ്കരിച്ച് നിങ്ങൾ ഏറ്റവും ഉത്തമന്മാരായ മനുഷ്യന്മാരായി വരണം എന്ന് പറഞ്ഞപ്പോൾ അവർ കളിയാക്കുകയും ഹൂദ് നബിയെ യഥാർത്ഥത്തിൽ മർദ്ദിച്ച് ഒതുക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ചരിത്രത്തിൽ മനസ്സിലാക്കുന്നത്. വദ്കുറൂ ജഅലകും ഖുലഫാഅ മിൻ ബഅദി ആദിൻ, ആദ് സമൂഹം എന്ന് പറയുന്ന ഒരു വിഭാഗം മുമ്പുണ്ടായിരുന്നു. അവരെ നശിപ്പിക്കപ്പെട്ട അവർക്ക് ശേഷം ഈ ഭൂമിയിൽ എല്ലാ തരത്തിലുള്ള അധികാരങ്ങളും ജീവിത സൗകര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, അത് നിങ്ങൾ ഓർക്കുക എന്ന് പറഞ്ഞു. وبوأكم في الأرض تتخذون من سهولها وقصورا وتنحتون الجبال بيوتا. നിങ്ങൾ സമതലങ്ങളിലെല്ലാം വലിയ വലിയ രമ്യഹർമ്മ്യങ്ങൾ പണിയുന്നു. നിങ്ങൾ താഴ്വാരങ്ങളെല്ലാം മലയടിവാരങ്ങളെല്ലാം ചെത്തിമിനിക്ക് വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഫദ്കുറു അല്ലാഹ്, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന കഴിവുകളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊക്കെ അല്ലാഹ് തന്നതാണ്. ഇതൊക്കെ ഇവിടെ അടിച്ച് പൊള്ളിച്ച് ജീവിച്ച് ജീവിതം തകർത്ത് തിമിർക്കാനുള്ളതല്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ മരിച്ചുപോയാൽ ചോദ്യം ചെയ്യപ്പെടും. നിങ്ങളിവിടെ സത്യവിശ്വാസികളായ അള്ളാഹുവിന്റെ അടിമകളായി മറ്റുള്ളവർക്ക് സാക്ഷ്യം വഹിക്കാനുള്ളതാണ്. നീ പറയണൊക്കെ ശരിയാണെങ്കിൽ നീ ഒരു തെളിവ് കിട്ടുണ്ടാ എന്നായിരുന്നു മറ്റുള്ള. നീ വലിയ വാചകം അടിക്കണ്ടല്ലോ, നീ പറയണൊക്കെ തെളിവാണെങ്കിൽ നീ പറയണ സത്യമാണെങ്കിൽ ഒരു തെളിവ് കൊണ്ടുണ്ടാകും. അപ്പോൾ ഒരു മലയടി വാരത്തുനിന്ന് ഒരു ഒട്ടകം ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ്. നമുക്കിപ്പോൾ പറഞ്ഞാൽ തന്നെ ഉൾക്കൊള്ളാൻ പറ്റില്ല. മലയടി വാരത്തുനിന്ന് ഒരു ഒട്ടകം ഇങ്ങനെ ഇറങ്ങി വരികയാണ്. സാധാരണ ഒട്ടകങ്ങൾ പ്രസവിച്ചുണ്ടാകണല്ലേ നമ്മൾ കണ്ടത്, പക്ഷെ ഇവിടെ മലയടി വാരത്തുനിന്ന് ഒരു ഒട്ടകം ഉണ്ടായിരുന്നു. അപ്പോൾ സാലിഹ് നബി പറഞ്ഞു, ഇത് അള്ളാഹുവിന്റെ ഒട്ടകമാണ്. അവിടെ ഒരു ജലാശയമുണ്ട്. ആ ജലാശയത്തിന് ഒരു ദിവസം ഒട്ടകം വെള്ളം കുടിക്കും, ബാക്കിയുള്ള മുഴുവൻ ദിവസങ്ങൾ വെള്ളം എടുക്കാം. എന്നിട്ട് ആ ദിവസം നിങ്ങൾ അതിനെ ആക്രമിക്കരുത്. കുറേ ദിവസം അങ്ങനെ നോക്കി അവര്. പിന്നെ അവർക്ക് ദേഷ്യം പിടിച്ചിന്, ഈ ഒട്ടകം ഇങ്ങനെ നമ്മൾ വെള്ളം കുടിക്കാൻ, നമുക്ക് തോന്നുമ്പോൾ വെള്ളം കുടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഈ ഒട്ടകം ഇയാളുടെ ഒരു തെളിവ് നമ്മൾ നശിപ്പിച്ചു കളയാൻ. അപ്പൊ എന്താ പറയാ, ഇതും അവര് ആ ദൃഷ്ടാന്തത്തെ നിഷേധിക്കുകയും അതിലെ ഏറ്റവും മോശപ്പെട്ട ഒരുത്തൻ, അങ്ങേയറ്റത്തെ നിർഭാഗ്യവാൻ, അതിനെ അറക്കാൻ ശ്രമിക്കുകയും മറ്റുള്ളവരുടെ ബന്ധനോട് ഇതിനെ അറക്കുകയും ചെയ്തു. ഫദംദമ അലൈഹിം ദംബുഹും ദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം ഫസവ്വഹാ വലാ യഖാഫു ഉഖബഹാ. അതായത് എന്താണ് അനന്തരഫലമെന്നൊന്നും ചിന്തിക്കേണ്ടാത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തകർത്ത് തരിപ്പണമാക്കി. ഫഅഖദതുഹുമുർ റജ്ഫതു ഫഅസ്ബഹു ഫീ ദാരിഹിം ജാസിമീൻ. ഒരു മഹാസ്ഫോടനം ഉണ്ടായി. എന്നിട്ട് അവരെല്ലാം വീടുകളിൽ കമിഴ്ന്ന് കിടക്കുന്നതായിട്ടാണ് മനസ്സിലായത്. ഇങ്ങനെ ഭൗതിക മനസ്സിന് സംസ്കരണം നേടാത്ത നിലയിൽ അസംസ്കൃതമായ മനസ്സുമായിട്ട് ജീവിതത്തിന്റെ ഈ ഭൗതിക താല്പര്യങ്ങൾ മാത്രമുണ്ടായ നടന്ന ജനതയെ നാം നശിപ്പിച്ചിട്ടുണ്ട്. മുഹമ്മദ് ഇതെന്ന് പറഞ്ഞു കൊടുത്തുള്ളൂ നിന്റെ ജനതയ്ക്ക് എന്നുള്ള. നമ്മൾക്കും അത് ബാധകമാണ്. നമ്മളെ ഒന്നോടെ നശിപ്പിച്ചില്ലെങ്കിലും പലതരത്തിലുള്ള നാശങ്ങൾ നമ്മൾ അറിയാതെ വന്നുകൊണ്ടിരിക്കുന്നു. പലതരത്തിലുള്ള രോഗങ്ങൾ നമ്മളെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജീവിത പ്രവർത്തനങ്ങളിൽ പലതരത്തിലുള്ള ഹാനികരമായ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവിടെയൊക്കെ നമ്മുടെ മനസ്സിന്റെ മോശത്തനം കൊണ്ട് നമുക്കുണ്ടാവുന്നതാണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പൊ നല്ല മനസ്സുണ്ടാവുക, സംസ്കരിക്കപ്പെട്ട മനസ്സുണ്ടാവുക, ആ മനസ്സ് മാത്രമേ വിജയിക്കുകയുള്ളൂ. അവിടെയാണ് പ്രവർത്തനങ്ങളുടെ കേന്ദ്രം, അവിടെയാണ് യഥാർത്ഥത്തിൽ വിജയം. ഇങ്ങനെ മനസ്സിനെ സംസ്കരിക്കാത്ത ഒരുപാട് തലമുറകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു കളഞ്ഞ ചരിത്രം ഒരു ഗുണപാഠമായി നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. അതിൽ ആദുണ്ട്, സമൂദുണ്ട്, നോഹ് നബിയുടെ ആളുകളുണ്ട്, സാലിഹിനും അതുപോലെ തന്നെ ശുഐബ് നബിയുടെയും ലൂത്ത് നബിയുടെയും ആളുകളുണ്ട്. ഒരുപാട് ജനതകളെ ഇങ്ങനെ എണ്ണി 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 നമ്മുടെ മുന്നിൽ പറഞ്ഞിട്ട് നിങ്ങളുടെ മുന്നിൽ നിങ്ങളെക്കാൾ ശക്തന്മാരായി കടന്നുപോയ ഇത്തരം ആളുകളെയൊക്കെ നാം നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു നാശത്തിന്റെ വക്കിലേക്ക് പോകാതെ
നിങ്ങളുടെ മനസ്സിന്റെ ദുർചിന്തകളെ, പൈശാചിക ദൗർബോധനങ്ങളെ അള്ളാഹുവിന്റെ സഹായം കൊണ്ട് നിങ്ങൾ എതിർത്ത് തോൽപ്പിച്ച് നല്ല സംസ്കരണമുള്ള മനുഷ്യരായി ജീവിത വിജയം പ്രാപിക്കൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അങ്ങനെ സ്വന്തം മനസ്സിന്റെ സംസ്കരണം നേടിയെടുത്ത് വിജയം പ്രാപിക്കുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വരെയുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ അർളന അബൂബക്കർ വഉമർ വഉസ്മാൻ വഅലിയം ബഖിയതി അസ്ഹാബി റസൂലില്ലാഹി അജ്മഈൻ. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും ഉസ്താദന്മാർക്കും ബന്ധുമിത്രാദികൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടാർക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും മുൻകാല സത്യവിശ്വാസികൾക്കും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നന്മ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. നിന്റെ ദീനെ ധാമിത മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് വേണ്ടപ്പെട്ട ആളുകൾ മരിച്ചു നിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അല്ലാത്ത ആളുകളുണ്ട്. അവരുടെ കബന്ധങ്ങളെ നീ സ്വർഗ പൂങ്കാവനങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, ഞങ്ങളുടെ രോഗികളുടെ രോഗങ്ങൾ നീ ശിഫാക്കി കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രയാസങ്ങളെല്ലാം ദൂരീകരിച്ചു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ കടങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റിത്തരണേ തമ്പുരാനെ. പടച്ച തമ്പുരാനെ, ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തുള്ള ജീവിതം നൽകണേ തമ്പുരാനെ. അകലങ്ങളിലുള്ള ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തുള്ള ജീവിതം നൽകി നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. നാഥ, നിന്റെ അടുത്ത് നിന്റെ സ്മരണയോടുകൂടി സംസ്കരിക്കപ്പെട്ട മനസ്സോടുകൂടി ജീവിച്ച് സംസ്കരിക്കപ്പെട്ട മനസ്സോട് ശാന്തമായി നിന്നിലേക്ക് മടങ്ങിയ ഒരാളുടെ തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. സക്രാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് നീ ആശ്വാസപ്രദമാക്കണേ തമ്പുരാനെ. നരകാശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. സ്വർഗത്തിൽ നിന്റെ ലിഖാ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണേ തമ്പുരാനെ. എപ്പോഴും പ്രാർത്ഥന നിരതമായ ഒരു മനസ്സ് തരണേ തമ്പുരാനെ. പിശാചിനെതിൽ ഞങ്ങളെ നീ എപ്പോഴും സഹായിക്കണേ തമ്പുരാനെ. പൈശാചിക ബോധനങ്ങളിൽ ഞങ്ങളെ നീ മാറ്റി നിർത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങളെ നീ മാറ്റി നിർത്തണേ തമ്പുരാനെ. എപ്പോഴും ഉൾക്കാഴ്ചയുള്ളവരാക്കി നീ ഞങ്ങളെ വളർത്തണേ തമ്പുരാനെ. അങ്ങനെ റാദിയത്തും മർദിയായി മടങ്ങാനുള്ള തൗഫീഖ് ഞങ്ങൾക്കെല്ലാവർക്കും നൽകണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين.